ഈ ധിക്കാരത്തിന് പകരം ചോദിക്കാൻ ഒരാണില്ലെങ്കിലും കാവിൽ ചാത്തോത്ത് തച്ചോളി മാണിക്കോത്തിന് കീഴെയല്ലെന്ന് ഓർമ്മയിരിക്കട്ടെ. അമ്മേ, എന്താ ഉണ്ടായത്? പറയൂ. ഇനി ഞാൻ എങ്ങനെ ഒരു തറവാട്ടുകാരുടെ മുഖത്ത് നോക്കും? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? അരിവാള് പോലെ വളഞ്ഞു കാക്കയെ പോലെ കറുത്തുമിരിക്കുന്ന നിന്നെ വടകര അങ്ങാടിയിൽ കൊപ്രായ്ക്ക് കാക്കയെ തെളിക്കാൻ പറഞ്ഞയക്കണമെന്ന്. അമ്മേ, ഓ അതാണോ? പറയുന്നത് പറഞ്ഞോട്ടെ, ഇതിലപ്പുറം പറയാറില്ലേ? ഇതിലപ്പുറം ഇനി എന്ത് പറയാൻ? ഇതാര് പറഞ്ഞു എന്നാ നീ ധരിച്ചത്? ആരാ? നീ മനസ്സിൽ ബന്ധുവായി വരച്ചില്ലേ നിന്റെ തച്ചോളിൽ ഉദയനക്കുറിപ്പ്. ഞാൻ അന്നേ പറഞ്ഞു ആ നല്ല ബന്ധുത്വം സ്വീകരിക്കാൻ. അപ്പൊ അവൾക്കൊരു മോഹം. എടി, നീ തുമ്പും തുയിലും കെട്ട പെണ്ണാണെന്ന് തച്ചോളിൽ ഉദയനക്കുറിപ്പിനെ കൊണ്ട് പറയിച്ചില്ലേ? മഹാഭാവി, കിടന്ന് മോങ്ങുന്നോ? എടി, ഇതിനേക്കാ ഭേദം കണ്ണൻ ചേട്ടയും കയ്യിലെടുത്തോണ്ട് കണ്ടടം തണ്ടുകയല്ലേ. കുലത്തിൽ കുരങ്ങനായി പറഞ്ഞവനെ കൊണ്ട് നിന്നെ കെട്ടിപ്പിച്ചാലും തച്ചോളി മാണിക്കോത്തുകാരന് നിന്നെ ഞാൻ തള്ളി ഏൽപ്പിക്കലടി, ഓർത്തോ? അല്ല, ഇതാരെ? വഴി തെറ്റിപ്പോയോ? വരൂ നമ്പ്യാരെ, വരൂ. ഇരിക്കുന്നു. കുറച്ചു ദിവസമായി വലിയ കുറുപ്പിനെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട്. പയ്യനാടൻ നമ്പ്യാർ ഇങ്ങോട്ടൊക്കെ ഒന്ന് കേറിയിട്ട് എത്ര കാലായി? അങ്ങനെ വരത്തക്കവണ്ണമുള്ള സ്ഥിതിയിലല്ലല്ലോ നമ്മൾ തമ്മിൽ. നാട്ടുകൂട്ടത്തിൽ വെച്ച് അപ്പയും നമ്പ്യാരും തമ്മിൽ എന്തോ തർക്കണ്ടായി എന്ന് വെച്ച് അക്കാര്യം പറയാനല്ല ഞാനിവിടെ വന്നത്. അത് തീർക്കേണ്ട ദിക്കിൽ വെച്ച് തീർക്കാൻ പയ്യനാടൻ അറിയാം. എന്താണ് നമ്പ്യാർ അങ്ങനെ പറഞ്ഞത്? നമ്മളൊക്കെ ഒത്തൊരുമിച്ച് കഴിഞ്ഞുകൂടേണ്ടവരല്ലേ? ഒത്തൊരുമിച്ചായാലും അല്ലെങ്കിലും തച്ചോളി മാണിക്കോത്തുമായി ബന്ധപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തറവാടിന്റെ ഭാഗ്യം. അപ്പോ ഏത് നിലയ്ക്കാ? വലിയ കുറുപ്പേ, നമ്പ്യാരെന്തോ. നിങ്ങളുടെ പെങ്ങൾ ഉണിച്ചാറയ്ക്ക് ഞാൻ പുടവ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്നായി, നല്ലൊരാലോചന. എന്നാലും നമ്പ്യാരെ, അപ്പയോട് കൂടി ഒന്ന് ചോദിച്ച് ഇക്കാര്യം തീരുമാനിക്കാൻ കുറുപ്പിന് അധികാരമില്ലെങ്കിൽ ഹനിയനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കുറുപ്പിന് വാക്ക് തരാമോ? ഞാൻ അവനോട് കൂടി ഒന്ന് ചോദിച്ചല്ലാതെ ഇങ്ങനെ പറയും നമ്പ്യാരെ. കടത്തനാട്ടൊരു പെണ്ണിനു വേണ്ടി പയ്യനാടൻ കെഞ്ചേണ്ട ആവശ്യമില്ല. ഇക്കാര്യവും തീരുമാനിക്കേണ്ടത് ഒരേനാണോ? ക്ഷമിക്കൂ നമ്പ്യാരെ, ഞാൻ അവനോട് ചോദിച്ചാൽ ഉടൻ. കുറുപ്പേ, ഇതെന്റെ ആദ്യത്തെ സമ്മതാലോചനയാണ്, അവസാനത്തേതുമായിരിക്കും, കരുതിക്കൊള്ളൂ. നമ്പ്യാരെ, കണ്ടാച്ചേരി, ആ താളി തേക്കുന്നവളേതാ? എനിക്കറിയില്ല. നമുക്ക് പോകാം. നീ പോയി അവളോട് എനിക്കല്പം താളി ചോദിക്കൂ. ചങ്ങാതി, അത് മുത്തല്ല, മുത്തറിയായിരിക്കും. കണ്ടാച്ചേരിയോടാണ് പറഞ്ഞത്. തച്ചോളി ഉദയന കുറിപ്പ് കുറച്ച് താളി ചോദിച്ചു. തച്ചോളിക്കുറിപ്പോ? അതാരാ? വെട്ടുവാക്കുറിപ്പോ പരക്കുറിപ്പോ? തച്ചോളി ഉദയന കുറിപ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? 18 നാട്ടിലും 10 ഇല്ലത്തും 17 നാട്ടകത്തും എന്റെ കുറിപ്പിന് കേളിയുണ്ട്. അങ്ങനെ ഒരു കുറിപ്പിനെ പറ്റി ഞാനിതുവരെയും കേട്ടിട്ടില്ല. താലി വേണമെങ്കിൽ അമ്മയോടെ പെങ്ങളോടെ എടുപ്പിച്ചുകൊണ്ടിരാൻ പറയണം. ഞാൻ തച്ചൊള്ളി ഉദയനാണ്. കണ്ടാച്ചേരിയെ താളിക്ക് പറഞ്ഞയച്ചത് ഞാനാ. തച്ചോളിക്കുറിപ്പ് അല്ലേ? എന്റെ പക്കൽ വടകര ചോരാന്റെ താളിയേ ഉള്ളൂ. ചോനകന്റെ? അതെ. എന്താ മറന്നുപോയോ? അരിവാള് പോലത്തെ ഞാൻ കൊപ്രയ്ക്ക് കാക്കയെ തളിക്കാൻ പോയിപ്പം വന്നതേ ഉള്ളൂ. കാവിലിച്ചാത്തോത്ത് കുഞ്ഞിക്കുങ്കി വാസ്തവം അറിയാതെ
ചെറിയേട്ടാ, ചെറിയേട്ടാ, ഏട്ടനൊന്നും ഒന്നും കഴിച്ചില്ലല്ലോ. ഇതെങ്കിലും. എനിക്കൊന്നും വേണ്ട. ശല്യപ്പെടുത്താതെ കൊണ്ട് പോകാനല്ലേ പറഞ്ഞത്? കൊണ്ടുപോകും. ചങ്ങാതി, ചങ്ങാതി, വാതിൽ തുറക്കൂ. ഇത് കണ്ടാച്ചേരിയാണ്. ഇതെന്ത് കഥയാ ചങ്ങാതി? കുളിക്കാതെയും കുടിക്കാതെയും എത്ര നാൾ കഴിയും? എത്ര നാളെങ്കിലും കഴിയട്ടെ. അങ്ങനെയെങ്കിലും കുഞ്ഞിക്കുങ്കിയോട് ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കും. അതിലെത്ര വിഷമിച്ചാലും കണ്ടാച്ചേരി ഒന്ന് ശ്രമിക്കട്ടെ. ഉക്കുമോ കണ്ടാച്ചേരി, കുഞ്ഞിക്കുങ്കിക്ക് ഉടവ് കൊടുക്കാൻ സാധിച്ചെങ്കിലേ എനിക്ക് മനഃശാന്തി കിട്ടും. മനഃശാന്തി കിട്ടും. ഇത് കഴിക്കും. ആരാ? എവിടുന്നാ? ചാത്തോത്തമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അല്ലേ, ഇത് ഞാനാ, കണ്ടാച്ചേരി ചാപ്പൻ. ഓ, തച്ചോളിക്കാരുടെ കണ്ടാച്ചേരിയോ? ഇവിടെ എന്തിനാ വന്ന്? ഒന്നും പറയണ്ട ചാത്തോത്തമ്മ, ഇത്തിരി വെള്ളം കുടിക്കാൻ. കിണറ്റിലൊരു പാമ്പ് ചത്തിരിക്കുന്നു. എന്നാൽ ഇത്തിരി മോരും വെള്ളെങ്കിൽ. ഇന്നലെ പശുവിനെ കറന്നിട്ടില്ല. ഓ, ചാത്തോത്തമ്മയ്ക്ക് എന്നോട് ഇങ്ങനെ തോന്നിയോ? തച്ചോളിക്കാരോട് കാവിൽ ചാത്തോത്തുകാർക്ക് എന്ത് തോന്നിയാലും തകരാറില്ലല്ലോ. അവരാരാ? ആരാ? അഹങ്കാരികൾ. ഇത്രയും കാലം കയ്യും കാലും കളഞ്ഞ് അവരെ സേവിച്ചതിനുള്ള പ്രതിഫലം ഈ ചാപ്പന് കിട്ടി. ചാത്തോത്തമ്മ കിട്ടി. എന്തു പറ്റി? തച്ചോളിക്കാർ ചാപ്പനെ പുറത്താക്കി. ഇതാ കണ്ടില്ലേ, കണ്ടില്ലേ, മുരുക്കിന്റെ വടി കൊണ്ട് അടിച്ചു കളഞ്ഞു. തച്ചോളിക്കാർക്ക് എന്തു ആകാമല്ലോ. നല്ലോണം വാങ്ങി കെട്ടിക്കോ. ചാപ്പന് ഈ നാട്ടിൽ നിന്ന് പോവാ ചാത്തോത്തമ്മ. ഈ ചാപ്പന് ഇനി ആരുണ്ട്? അതിനെന്തിനാ ഈ നാട്ടിൽ നിന്ന് പോകുന്നത്? തച്ചോളിക്കാരെ പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നുമല്ല, ചാപ്പന് കിടക്കാൻ ഒരിടം വേണ്ടേ. തച്ചോളിക്കാർ മാത്രമല്ലേ ഈ കടത്തനാട്ട്. കണ്ടാച്ചേരി ഇവിടെ താമസിച്ചോളൂ. ആവോ, സമാധാനായി. ചാത്തോത്തമ്മയുടെ ദയ. എനിക്കിവിടെ ഒരു ആണിന്റെ തുണയില്ലല്ലോ. 17 കണ്ടി പറമ്പിലെ മൂങ്കോയിൽ തേങ്ങ പറിച്ചില്ലെങ്കിൽ വഴിക്കോയിൽ തേങ്ങ കിട്ടില്ല. മൂങ്കണ്ണി ഇടയ്ക്കാ വിളിച്ചില്ലെങ്കിൽ വഴിക്കണ്ണ ഇടയ്ക്കാ കിട്ടില്ല. കണ്ടാച്ചേരി, ഇനി കയറിയിരിക്കും. മോളെ കുങ്കി, ഒരു കണ്ടി പാലിങ്ങെടുത്തോണ്ട് വാ.